Hi dears, welcome back to our family. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ടെമ്പിൾ വിസിറ്റാണ്. നമ്മുടെ വീടിനടുത്ത് കൊട്ടാരക്കുളങ്ങര എന്ന് പറയുന്ന ഗണപതി ക്ഷേത്രമുണ്ട്. ഇന്ന് ശനിയാഴ്ചയല്ലേ, സോ കാശിക്കുട്ടിനെ ഉടുപ്പിച്ചിട്ട് വല്ല ഞാൻ എടുത്തപ്പം 1 to 2 ഇയർ എടുത്തു. 1 ഇയർ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 മാസം കൂടെ കഴിയുമ്പോഴത്തേന് പുള്ളിക്കാരൻ ഇടുമ്പോഴത്തേന് ചെറുതായിപ്പോവും. സോ അതുകൊണ്ടിട്ട് ഞങ്ങളുടെ അമ്മ പണ്ട് അങ്ങനെയായിരുന്നു ചെയ്തത്. പണ്ട് ഞാൻ ഡ്രസ്സൊക്കെ ഇടുമ്പം കുറച്ച് വലുതായിരിക്കും. വലുതാകുമ്പോൾ അമ്മ എടുത്ത് പറയും, അമ്മ ഇത് വലുതമ്മ. അന്നേരം പറയും, അത് മോളെ കുഴപ്പമില്ല, നീ വളരെ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ, ഇച്ചിരി കഴിയുമ്പോഴായാലും ഇടാം, ചെറുതാണെങ്കിൽ ചെറുതായിപ്പോവും, പിന്നെ ഇടാൻ പറ്റില്ല എന്ന്. അപ്പം ഞാനിത് ഇട്ടപ്പോൾ കുമ്പളമ്മ പറഞ്ഞാൽ കുഴപ്പമില്ലെന്ന്. അപ്പം ഞാനും വല്യമ്മച്ചിയും കാശിക്കുട്ടിനോടാണ് പോണത്. എൻ്റെ ഔട്ട്ഫിറ്റ് കൊള്ളാമോ കൊള്ളാമോ പട്ടോടെ ഉടുപ്പുക. ഇത് സംഭവം ഉണ്ടല്ലോ, ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ടൈമിൽ ജാനിമോളുടെ ചരടുകെട്ടായിരുന്നു. ചരടുകെട്ടിൻ്റെ സമയത്ത് ഞാൻ ചെയ്തതാണ് വെച്ചാൽ ഡിസൈൻ ചെയ്യിപ്പിച്ചിട്ട് ഈ വർക്ക് ഞാൻ ഹാൻഡ് വർക്ക് ഞാൻ ചെയ്തതാണ്. ബീഡ്സ് വർക്ക് ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ട്. സോ ചെറുതായിട്ട് എൻ്റെ ഡ്രസ്സിൻ്റെ അതൊക്കെ ഡിസൈൻ ചെയ്യാറുണ്ട്. ചെയ്ത് കൊടുക്കുമായിരുന്നു. പ്രഗ്നൻ്റ് ആയിട്ട് ഇരുന്നപ്പോൾ അത് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇപ്പം ചെയ്യാറില്ല, സമയമില്ല അതുകൊണ്ടിട്ട്. അപ്പം നമ്മൾ പോയിട്ട് വരാം. ഈ ഇയറിങ്സ് ഉണ്ടോ, ഇതെനിക്ക് കൊള്ളാൻ പോകുന്നത്. ഇത് ഏത് പേജായിരുന്നു എന്ന് ഞാൻ നോക്കിയിട്ട് പിന്നെ പറയാം. എന്തായാലും സംഭവം കൊള്ളാം. അപ്പം നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വരാം. അതിൻ്റെ ഒരു കുട്ടി വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് പോകാം. ചേട്ടനിപ്പോൾ വരും. ചേട്ടൻ്റെ ഓട്ടോയിലാണ് പോണത്. സോ ചേട്ടനിപ്പോൾ വരും. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അതെൻ്റെ വല്യമ്മച്ചിയാണ് കേട്ടോ. വല്യമ്മച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ ചേച്ചിയാണ്. എൻ്റെ ചെറുതിലെ തൊട്ടേ എന്നെയും ദേവിനെയൊക്കെ എൻ്റെ അനിയത്തിനെയൊക്കെ നോക്കിയത് വല്യമ്മച്ചിയാണ്. ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയിട്ടുണ്ടായിരുന്നത് ATMിലേക്കാണ്. ആസ് യൂഷ്വൽ എപ്പോൾ പോയാലും ഞാൻ രാവിലെ കയ്യിൽ അങ്ങനെ ക്യാഷ് എടുത്ത് വെക്കുമല്ലോ, അക്കൗണ്ടിലിട്ട് വെക്കത്തേ ഉള്ളൂ. അതുകൊണ്ടിട്ട് കയ്യിലെടുത്ത് വെക്കാത്തതുകൊണ്ട് അമ്പലത്തിൽ പോകുമ്പോൾ മെയിനായിട്ട് എടുത്ത് വെക്കും. കാര്യം രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകുമ്പോൾ ചേട്ടൻ്റെ ചിലപ്പോൾ കന്നി ഓട്ടോ ആയിരിക്കും. ചേട്ടൻ ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ ചേട്ടൻ്റെ കന്നി ഓട്ടോ ആയിരിക്കും. അപ്പോൾ ചേട്ടന് കൈനീട്ടം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെയിനായിട്ട് ഞാൻ ക്യാഷ് എടുക്കുന്നത്. ഞാൻ അമ്പലത്തിൽ പോയിട്ട് അങ്ങനെ കാണിക്കയിൽ അങ്ങനെ പൈസ ഇടുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ നേർച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യും. ഇന്നലെ ഇതാണ് കേട്ടോ അമ്പലം. ഈ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലത്ത് കളക്ട്രേറ്റിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. കൊല്ലത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും. വന്നിട്ടുള്ളവർ മെൻഷൻ ചെയ്യണം കേട്ടോ, കമൻറ്റ് ചെയ്യണം കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. നമ്മൾ കൊല്ലത്ത് 2 ഗണപതി ക്ഷേത്രമാണെന്ന് ഉള്ളത്. ഒന്ന് കൊട്ടാരക്കുളങ്ങരയും ഒന്ന് കൊട്ടാരക്കരയാണെന്ന് തോന്നുന്നു. ഇതിൽ കൂടുതലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്നൊരു കാര്യം ഞാൻ പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. 2 എണ്ണമാണ് മെയിനായിട്ട് എനിക്കറിയാവുന്ന 2 ക്ഷേത്രങ്ങൾ. അപ്പം വീഡിയോ അങ്ങനെ കവർ ചെയ്യാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ടിട്ട് ഒരുപാടൊന്നും വലിയ രീതിയിലൊന്നും എടുത്തിട്ടില്ല കേട്ടോ. എന്നെക്കൊണ്ട് കാണിച്ചു തരാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്യമ്മച്ചാണ് കാശി ബേബീനെ എടുത്തുകൊണ്ട് നിന്നത്. പക്ഷേ കാശി ബേബി അങ്ങനെ വല്യമ്മച്ചിയുടെ കയ്യിൽ ഇരിക്കില്ല, നിർബന്ധമാണ് കേട്ടോ. ആൾ ഭയങ്കര വാശിയാണ്. ഇപ്പോൾ ആരുടെയും കയ്യിലിരിക്കില്ല. വളർന്നു വന്നപ്പോഴത്തേനും ആൾക്ക് എനിക്ക് പ്രൊട്ടക്ഷനാണോ ഇനി അവന് പ്രൊട്ടക്ഷനാണോ എന്താണെന്നൊന്നും അറിയത്തില്ല. ആൾ ഭയങ്കര നിലവിളിയും ബഹളമാണ്. ആരുടെയും കയ്യിലിരിക്കത്തില്ല, ആരുടെയും കയ്യിൽ പോകത്തുമില്ല. എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണം, അങ്ങനെയാണ്. ഞാൻ പിന്നെ അമ്മ ഇന്നലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പനയത്ത് അമ്പലത്തിൽ പോണ കാര്യം. എനിക്കൊരു കൊറിയർ വന്ന് അങ്ങനെ പോയതാണേ. കണ്ട ഈ കാശി ബേബി ഇങ്ങനെയാണ്, ഇവ ഇരിക്കില്ല, ആരുടെയും കയ്യിലിരിക്കില്ല. എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൈ നല്ലാതെ ആരുടെ അടുത്ത് പോവില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു. അമ്മ ഇന്നലെ രാത്രി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ അവിടെ ആയതുകൊണ്ടിട്ട് അങ്ങനെ ക്ഷേത്രത്തിലൊന്നും പോക്കൊന്നും നടക്കുന്നൊന്നുമില്ല. അതുകൊണ്ടിട്ട് അമ്പലത്തിൽ പോവുമെങ്കിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ടൊന്ന് നേർച്ച നടത്തിയേക്കണേന്ന് പറഞ്ഞു. ഇവിടെ പനയത്ത് അമ്മയുടെ അടുത്ത് പോകാനാണ് പറഞ്ഞത്. പക്ഷേ ഇന്നലെ ഞാൻ വെള്ളിയാഴ്ച ആയതുകൊണ്ടിട്ട് ഇന്നലെ പോകണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അപ്പം ഞാൻ ശനിയാഴ്ച ആണല്ലോ, അപ്പോൾ ഗണപതി ഭഗവാന്റെ അടുത്ത് പോകാമെന്ന് വിചാരിച്ചു. നോർമലി ഗണപതി ഭഗവാന്റെ അടുത്ത് പോണ ദിവസങ്ങൾ ബുധനും ശനിയാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഭഗവാനെ കാണാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയാണ്. പക്ഷേ നല്ല വിശേഷ ദിവസമായിരുന്നു കേട്ടോ. അവിടെ സപ്താഹവും അതുപോലെ തന്നെ എന്തോ പുനഃപ്രതിഷ്ഠയോ അങ്ങനെ എന്തൊക്കെയോ നടക്കുകയായിരുന്നു. അതുകൊണ്ടിട്ട് അത്യാവശ്യം നല്ല ശനിയാഴ്ച ആയതുകൊണ്ടിട്ട് അതിൻ്റെ തിരക്കും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രതിഷ്ഠ നടക്കുന്നതിൻ്റെ അതിൻ്റെ ഹോമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ പേരുണ്ടാവും, കുറേ തിരുമേനിമാരുണ്ടായിരുന്നു. എല്ലാവരും പുറത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന തിരുമേനിമാരായിരുന്നു കേട്ടോ. അപ്പം അവരുടെ പൂജയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് രാവിലെ നമ്മൾ ചെന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും എല്ലാം ഭംഗിയായിട്ട് കണ്ട് തൊഴാൻ പറ്റി. ഒരുപാട് ആളുണ്ടായിരുന്നു എങ്കിൽ കൂടിയിട്ട് നമ്മൾ സമാധാനമായിട്ട് തൊഴുതു കേട്ടോ.
പിന്നെ ഈ അമ്പലത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ സാധാ കാണുന്ന ഒരു അമ്പലം പോലെയല്ല. ഇതെനിക്ക് കാണുമ്പോൾ ഒരു തമിഴ് സ്റ്റൈലാണ് എനിക്ക് തോന്നാറുള്ളത്. കാര്യം എല്ലാം ഇതുപോലെ നോർമലി അമ്പലങ്ങളെല്ലാം ഓപ്പൺ ആയിട്ടായിരിക്കുമല്ലോ. പക്ഷേ ഈ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിലാണ് ഈ അമ്പലം വെച്ചേക്കുന്നത്. പക്ഷേ ഒരുപാട് പഴക്കമുള്ള അമ്പലമാണ്. പിന്നെ ഇത് കെട്ടിടത്തിൻ്റെ ഉള്ളിലാണ് വരുന്നത്. സാധാരണ ഇതാണെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുന്ന ടൈമിലാണ് ഇങ്ങനെയുള്ള അമ്പലമൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. ഇവിടെ കേരളത്തിലുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ കൊല്ലത്ത് വേറൊരു അമ്പലമുണ്ട്, അവിടെ ഞാൻ പോയിട്ടില്ല. ബ്രാഹ്മിൺസിൻ്റെ അമ്പലം ഉണ്ടല്ലോ, ആ അമ്പലമുണ്ട്, അവിടെ ഞാൻ പോയിട്ടില്ല. അമ്പലം ഞാൻ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ട്. എവിടെയാണെന്ന് അറിയാമോ? കൊല്ലത്ത് കമ്പോളം ഉണ്ട്. കമ്പോളം എന്ന് പറഞ്ഞാൽ എങ്ങനെ ആ ഒരു വാക്ക് നമ്മുടെ അയ്യോ വെറ്റ്ലാൻഡ് ഉണ്ട് കൊല്ലത്ത്, അതിൻ്റെ അടുത്തായിട്ടാണ് ആ ഒരു അമ്പലം വരുന്നത്. ഞാൻ പുറത്തുനിന്ന് കണ്ടിട്ടുള്ളൂ, ഉള്ളിൽ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലും പോകാൻ ഭാഗ്യമുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഈ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രതിഷ്ഠയൊന്നുമില്ല. ഗണപതി ഭഗവാനുണ്ട്, അയ്യപ്പനുണ്ട്, പിന്നെ നവഗ്രഹങ്ങളുണ്ട്, പിന്നെ നാഗദൈവങ്ങളുണ്ട്, അങ്ങനെ അത്രയേ ഉള്ളൂ. അല്ലാണ്ടിട്ട് ഒരുപാട് പ്രതിഷ്ഠയോ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ അത്യാവശ്യം വലുതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു അമ്പലമാണ്. പിന്നെ ഒരുവിധം എല്ലാ പൂജകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ നവഗ്രഹ പൂജയും കാര്യങ്ങളും ഒക്കെ നടത്താം. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എങ്ങനെയാണ് ഗണപതി ഹോമം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരുപാട് പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ അമ്പലങ്ങളിലും ഉള്ള കണക്ക്. പിന്നെ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ അമ്പലം കാണിച്ചു തന്നു. ഇതുവരെ കൊല്ലത്ത് ഇങ്ങനെ ഒരു അമ്പലം പോയിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തന്നു. പോയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ കേട്ടോ, ആരൊക്കെ പോയിട്ടുണ്ടെന്ന് അറിയാമേ. ശരണ്യൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ? ശരണ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ. അവൾ ഒരുവിധം എൻ്റെ എല്ലാ വീഡിയോസിനും കമൻറ്റ് ചെയ്യാറുണ്ട്. സോ എനിക്കറിയാം, എൻ്റെ വീഡിയോക്കൊക്കെ കമൻറ്റ് ചെയ്യുന്ന ഒരുവിധം എല്ലാവരെയും എനിക്കറിയാം കേട്ടോ. എനിക്ക് എൻ്റെ ഒരു ഫാമിലി പോലെ എല്ലാവരെയും പരിചയമുണ്ട്. ഒരു ബിൻഷേച്ചി ഉണ്ടായിരുന്നു, ചേച്ചീനെ ഇപ്പോൾ കാണാനേ ഇല്ല. മുന്നേക്ക് ഒരുവിധം എല്ലാ ദിവസവും എൻ്റെ വീഡിയോക്ക് കമൻറ്റ് ചെയ്യുമായിരുന്നു. ചേച്ചിക്ക് ഒരു ആൺകുട്ടി, ഒരു മോളുമാണ്. ആ പിള്ളേർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചേച്ചി കമൻറ്റ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാണാനില്ല. ഞാൻ എപ്പോഴും ആലോചിക്കും വീഡിയോയിൽ പറയണം കാണുന്നില്ലല്ലോ എന്ന്. ചേച്ചി എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കാര്യം നിങ്ങളെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ 3 പേരെ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ ഉണ്ണിയപ്പം നേരാൻ വേണ്ടിയിട്ട് വന്നതാണ്. നേർച്ചയായിട്ടൊന്നുമല്ല കേട്ടോ. പക്ഷേ എനിക്ക് ഇവിടുത്തെ അമ്പലത്തിൽ ഉണ്ണിയപ്പം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കൊട്ടാരക്കുളങ്ങരയിലെ ഇഷ്ടമാണ്, അതുപോലെ കൊട്ടാരക്കര അമ്പലത്തിലെ ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് ചെന്നപ്പം അതില്ലായിരുന്നു. ഇനി സമയം കഴിഞ്ഞിട്ടാണോ എന്തോ, അതോ തലേന്ന് എഴുതിയിരണോ? ഞാൻ ചോദിച്ചപ്പം ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ കുറേ ഉണ്ണിയപ്പം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് തന്നില്ല എന്തായാലും. 30 രൂപ എന്തോ ആണെന്ന് തോന്നുന്നു ഉണ്ണിയപ്പം നേർച്ച നടത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഈ തിരുമേനി തമിഴാണ് കേട്ടോ. ആ തിരുമേനി തമിഴാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരു ചേച്ചിനോട് ഇങ്ങനെ കാര്യം പറയുന്നത് കേട്ടു. ഇവർക്ക് ഇനി തമിഴ് അറിയാവുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതാണ് ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠ വരുന്നത്. അപ്പം ഞാൻ സാധാരണ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയാറുള്ള കാര്യമാണ്, ഞാൻ അമ്പലങ്ങളിൽ പോണത് എനിക്ക് എന്തെങ്കിലും അവിടുന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല. എനിക്ക് എന്തെങ്കിലും ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അമ്പലങ്ങളിൽ പോയിട്ട് നന്ദി പറയും. എനിക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടായി അവിടെ ഒരു ഭഗവാൻ ഇന്ന രൂപമുണ്ട് എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ പോണത്. ഒരു പോസിറ്റീവ് എനർജി അവിടെ ഉണ്ട്. ആ എനർജിയോട് നന്ദി പറയാൻ വേണ്ടിയിട്ട് പോകണേ കേട്ടോ. ഞാൻ ഏത് അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും പോണത് അവിടെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും എന്ന ഒരു പ്രതീക്ഷയോടെയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. എനിക്ക് പൂജ ചെയ്ത കാര്യങ്ങളൊക്കെ തിരിച്ച് കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഇതേ കണ്ടില്ലേ, ഇത്തിരി നേരം പോലും ആരുടെയും കയ്യിലിരിക്കില്ല, ഇങ്ങനെ ചാടി എൻ്റെ കയ്യിലിരിക്കും. അതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഒരു വിധത്തിൽ ആസ് യൂഷ്വൽ എപ്പോഴത്തെയും പോലെ എൻ്റെ വോയിസ് ഓവർ കട്ടായി പോയിട്ടുണ്ട്. എന്ത് പറ്റിയാണെന്ന് എനിക്കറിയത്തില്ല. ഞാനിത് എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോഴാണ് വോയിസ് ഇല്ലയെന്ന് കാണുന്നത്. ഇനി ഞാൻ വീഡിയോ എടുത്തിട്ട് വോയിസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്തിട്ടേ നിർത്തത്തോളൂ കേട്ടോ. ഞാൻ കാശി ബേബിയുടെ കാര്യമാണ് പറയുന്നത്. ഭയങ്കര നിർബന്ധമാണ്, ആരുടെയും കയ്യിലിരിക്കില്ല. ആ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നറിയാൻ വയ്യ. എനിക്ക് എന്നുവെച്ചാൽ സ്റ്റോറേജ് ഫുള്ളായി. മേ ബി അതുകൊണ്ടിട്ടായിരിക്കും. എൻ്റെ അടുത്ത് ലാപ്പും അതുപോലെ സിസ്റ്റവും ഇല്ല. എൻ്റെ സിസ്റ്റം ഇതായി എന്തോ എററായി കിടക്കുന്നു. എററല്ല, അതിനകത്ത് വൈറസ് കയറി. സോ അതൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് എല്ലാ ഫോണിൽ തന്നെയാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഗോഗു വരണം, എന്തെങ്കിലും നടക്കണമെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഫോണൊന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാൻ അമ്പലത്തിൽ പോയ കാര്യങ്ങളും ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ, ഈ ഒരു പോർഷനിൽ ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. പിന്നെന്താ പറയുക, എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞു കൂട്ടിയെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാൻ വയ്യ. അത് ഈ ഒരു കമ്മലിൻ്റെ കാര്യമാണ്. എനിക്കിത് അയച്ചു തന്നിട്ടുള്ളത് പരമ്പര ബൈ
പരമ്പര ബൈ പ്രബി എന്ന് പറയുന്നിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ. നല്ല ഒരു ഗണപതിൻ്റെ ആ ഒരു ചെറിയ ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ ഇതൊക്കെ വരുന്ന ഒരു ജുംക്കായിരുന്നു ആദ്യം തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേ കണക്ക് ഞാൻ ആ ഇട്ടിരിക്കുന്ന ആ ഇയറിങ് മറ്റേ നമ്മുടെ നാഗവല്ലിയുടെ ആ ഒരു ഇതുപോലുള്ള ട്രഡീഷണൽ വൈബൊക്കെ ഉള്ള ഒരു ജുവൽ സെറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വെറൈറ്റി ആയിട്ട് തോന്നിയത് ഇതാണ്, കാശി ബേബി എടുത്ത് തന്ന ആ ഒരു ജുവൽ സെറ്റ്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നോർമലി ഞാൻ ഈ ഒരു കോമ്പിനേഷനോ ഈ കളറോ കാര്യങ്ങളോ ഒന്നും ചെട്ടിനാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. ചെട്ടിനാട് അല്ലെങ്കിൽ നഗാസ് എന്നൊക്കെ പറയുന്നൊരു ടൈപ്പ് മോഡലാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി കളേഴ്സും മോഡൽസും ഒക്കെ അവരുടെ അടുത്ത് അവൈലബിൾ ആണ്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ അവരുടെ പേജ് അയച്ചു തരാം, കോൺടാക്ട് നമ്പർ അയച്ചു തരാം കേട്ടോ. ഓണം ഒക്കെ അല്ലേ, ഒരുപാട് കളക്ഷൻസ് അവരുടെ അടുത്ത് വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് ദിവസമായി എനിക്കിതെൻ്റെ കയ്യിൽ കിട്ടിയിട്ട്, പക്ഷേ ഇന്നലെയാണ് ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് ഇത് ഓപ്പൺ ചെയ്യേണ്ടായത്. സംഭവം ഒരുപാട് വെറൈറ്റി കളക്ഷൻസ്. ഇത് ഈ 2 മാത്രമല്ല, അവരുടെ പേജിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ മോഡൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഞാൻ എന്താണ് ഇന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടിട്ട് വെറുതെ നമുക്ക് വലിച്ചു നീട്ടേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ ഞാൻ ഇന്നത്തെ കാര്യങ്ങൾ, ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ രാവിലെ പ്രോട്ടീൻ കഴിച്ചു, ബേബിക്ക് കഞ്ഞി കൊടുത്തിട്ട്, രാവിലെ ഇന്ന് കഞ്ഞിയായിരുന്നു ആക്കിയത്, ബേബിക്ക് കഞ്ഞിയൊക്കെ കൊടുത്തിട്ടായിരുന്നു ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിക്കൊണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് റൂം ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. ആ കാര്യങ്ങളാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ ആ ഒരു പോർഷനിൽ പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് ബേബി ചെറുതായിട്ട് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. നാളെ ഇനി ഞാൻ അടുത്ത വിശേഷമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ.